മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് പരാതി കൊടുത്തിരിക്കുന്നു. ആ പരാതിയുടെ മേലിൽ രാഹുലിനെതിരെ ഗുരുതര വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരിക്കുന്നു. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇന്ന് രാവിലെ. ഇന്നലെ പരാതി കൊടുത്തു എന്നുള്ള പത്രങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ കണ്ടു. ഞാൻ പറഞ്ഞത് എത്ര ദിവസം മുമ്പാണ്, എത്ര ആഴ്ചകൾക്ക് മുമ്പാണ്. നിയമപരമായ വ്യവസ്ഥയിൽ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ തെറ്റ്, എന്തായിരുന്നു തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കണം. ഇന്നലെയാണല്ലോ പരാതി കൊടുത്തത്. ആ പരാതി പോലീസ് സ്വീകരിച്ച് അതിൻ്റെതായ നടപടികളിലേക്ക് കടക്കട്ടെ. നിയമപരമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് പ്രതി, എന്താണ് വസ്തുത എന്നും വിശദമായി അന്വേഷണം നടക്കട്ടെ. അതിനെന്താ തടസ്സം? അന്വേഷണത്തിന് യാതൊരു തടസ്സമില്ലല്ലോ. ഇപ്പോൾ ഒരു വ്യക്തി പരാതി കൊടുത്താൽ പോലീസിലോ കോടതിയിലോ പരാതി കൊടുത്താൽ ഇവിടെ ഒരു നിയമ വ്യവസ്ഥ ഉണ്ടല്ലോ. ആ നിയമവ്യവസ്ഥ പ്രകാരം അന്വേഷണം നടക്കട്ടെ. ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലാതെയാണല്ലോ പുകമറ മുഴുവൻ സൃഷ്ടിച്ചത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. ഇന്നലെയാണല്ലോ ഒരാൾ പരാതി തന്നിരിക്കുന്നത്. നിരവധി ചാറ്റുകളും അതുപോലെ തന്നെ ഫോൺ സംഭാഷണമൊക്കെ ഇതിനു മുമ്പേയും കുറേ ദിവസം വന്നല്ലോ. എത്ര മാസമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? ക്രൈംബ്രാഞ്ച് തന്നെ യാതൊരു തെളിവില്ലെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തത്. ഇന്നലെ പരാതി വന്നിട്ടുണ്ട്. ആ പരാതി പോലീസ് പരിശോധിക്കട്ടെ, നിയമവ്യവസ്ഥ അത് അന്വേഷിക്കട്ടെ. അതിനൊരു തടസ്സമില്ലല്ലോ. അല്ല, ഇത് പൊക്കുമാറയല്ല, ഇത്തരത്തിൽ മാധ്യമങ്ങൾ നൽകിയതൊക്കെ ഒരു വസ്തുതാപരമായ കാര്യങ്ങളാണെന്നുള്ളതിൽ ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. മാധ്യമങ്ങളല്ല, കോടതിയാണ് അന്തിമമായി തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2-3 മാസമായിട്ട് ആകെ പുകമറയാണ്. അങ്ങനെ വന്ന വിവാദമായി വന്നപ്പോഴാണല്ലോ കോൺഗ്രസ് പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചത്. ഇതേപോലെ മുൻ MLA ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ്. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ പത്മകുമാർ. എന്തെങ്കിലും നടപടി CPM-ന്റെ ഭാഗത്ത് നടത്തുന്നുണ്ട്? പാർട്ടി നടപടി സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയും. അതായത് കോൺഗ്രസിന്റെ ചർച്ചകളിൽ മാത്രം അല്ലെങ്കിൽ യോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കി മറ്റെല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയുന്ന രീതിക്ക് ഒരു നടപടി മാത്രമായിരുന്നു ഇത്. ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു, എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇനി എന്തായിരിക്കും കോൺഗ്രസിന്റെ അടുത്ത നടപടി എന്ന് പറയുന്നത് രാഹുലിനെതിരെ? ഇത്തരത്തിലെ വിവാദങ്ങളും വിഷയങ്ങളും പത്രമാധ്യമങ്ങളിൽ വന്ന സമയത്താണ് കോൺഗ്രസ് ശക്തമായ നടപടിയെടുത്ത്. പിന്നെ ഏത് ഫോറത്തിൽ നിങ്ങൾ കണ്ടത്? ഞാൻ ചോദിക്കുന്നത്, ഒരു ജനപ്രതിയായിട്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം. പല ആളുകളും കണ്ടിട്ടുണ്ടാവും, പലരെയും അഭിവാദ്യം ചെയ്തിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയും. പാലക്കാട്ട് ഔദ്യോഗികമായ ഒരു യോഗത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്തിട്ടില്ല. ആഫ്റ്റർ സസ്പെൻഷന് ശേഷം ഔദ്യോഗികമായ ഒരു പരിപാടിയും പങ്കെടുത്തിട്ടില്ല. അയാൾ സ്വന്തമായ നിലയ്ക്ക് പ്രചരണം നടത്തുന്നതോ പിന്തുണയ്ക്കുന്നതോ അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. UDF-ന്റെ പ്രവർത്തകർക്കൊപ്പം വീടുകൾ കയറി പ്രചരണം നടത്തുന്നത് സംഘടനാപരമായ പ്രവർത്തനമല്ലേ? പിന്നെ അയാള് BJP-യുടെ കൂടെ പോകും. അത് മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ കണ്ണാടിയിലെ ക്ഷീരോത്പാദക സഹകരണ സംഘം, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘത്തിന്റെ മുകൾ നിലയിലെ ഓഫീസിൽ വെച്ച് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഒപ്പം ചേർന്ന് രാവിലെ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ അറിയോ, അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സൊസൈറ്റിയാണ്. അവിടെ കോൺഗ്രസ്സുകാർക്ക് മാത്രം വരാൻ പറ്റും. അവിടെ എല്ലാവരും വരും. പാലളക്കുമ്പോൾ ഇടപാടുകൾ അത് നിങ്ങൾ തീരുമാനിച്ച അങ്ങനെ ഞങ്ങളുടെ അറിവിലില്ല. ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു തയ്യാറാവല്ലോ. ഇപ്പൊ ജനം ടിവിയോട് ചോദിക്കട്ടെ, കഴിഞ്ഞ തവണ BJP-ക്ക് കിട്ടിയ 1000-കണക്കിന് വോട്ട് എവിടെ പോയി? രാഹുലിന് കിട്ടിയില്ലേ? BJP-ക്കാരല്ലേ വോട്ട് ചെയ്തത്? കഴിഞ്ഞ പ്രാവശ്യം നഗരസഭയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്ന ഗാനാകൃഷ്ണ ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ലേ? BJP-ക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൺകുട്ടി നേരിട്ട സമാനതകളില്ലാത്ത അതിക്രമങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു. അതിനുശേഷവും രാഹുലിന് മാത്രം പ്രത്യേകമായ ഒരു പ്രിവിലേജ് ലഭിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിതൊക്കെ വ്യാഖ്യാനിക്കണ്ടല്ലോ. നിങ്ങൾക്ക് ഒരു നിഷ്പക്ഷമായ പത്രപ്രവർത്തനാണെങ്കിൽ ഒരു മുൻ MLA ജയിലിൽ കിടക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ, നിങ്ങൾക്ക് ഒരു വ്യഗ്രതയും കാണുന്നില്ലല്ലോ. എന്താ കാരണം? ഈ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ അത് ചർച്ച ചെയ്യും. അതറിയാം. ഇപ്പോ അദ്ദേഹം പുതിയ വെളിപ്പെടുത്തൽ നടത്തിയില്ല. അതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? തന്ത്രിയും മന്ത്രിയുമായിട്ടുള്ള ഏറ്റവും വലിയ അടുപ്പാണ് പോറ്റിയെ ഞാൻ വിശ്വസിച്ചത് എന്ന് പത്മകുമാർ പറയുന്നു. എന്താ നിങ്ങൾ കൊടുക്കാത്തത്?
തന്ത്രി, അവിടെ ഉണ്ടായിരുന്ന തന്ത്രി, മന്ത്രി, ചുമതല വെച്ച മന്ത്രി, കമ്മീഷണർമാര്, ഇവര് പറയുന്നു ഈ പോറ്റി ഇടനിലക്കാരനായി ഈ സ്വർണം കള്ളക്കടത്ത് നടത്തിയല്ലോ, അദ്ദേഹത്തിനുള്ള അഭിവരുമായുള്ള ബന്ധം കൊണ്ടാണ് ഞാനും അദ്ദേഹത്തെ ഇടപഴകിയെന്ന് ഒരു മുൻ MLA, CPM-ന്റെ MLA പറഞ്ഞു. ജയിലിലാകാൻ MLA ഇന്ന് വരെ, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറയാൻ സമ്മതിക്കും, ഇന്ന് വരെ അയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ CPM സ്വീകരിച്ചിട്ടുണ്ടോ? രാഹുലിനെതിരായി പരാതി വന്നു, നടപടി സ്വീകരിക്കട്ടെ. പാർട്ടി പരാതി വരുന്നതിന് മുമ്പ്, ഈ പുകമറ ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അത് നിങ്ങൾ എന്താ അനുവദിക്കുന്നത്? അല്ല, KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയാണ്. ഒരു അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം ഞാൻ പാർട്ടി പറയും, പൊതു എന്നെ മധ്യത്തിൽ പറയും. കാര്യം പറയട്ടെ, നിങ്ങൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാൽ ഇവിടെ ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയമല്ല പ്രധാനം. ജനങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ 9.5 വർഷക്കാലത്ത് ദുർഭരണം അവസാനിപ്പിക്കണമെന്നാ. ജീവിക്കാൻ മാർഗമില്ല. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും താവളമായി കേരളത്തെ മാറ്റി ക്രിമിനലുകൾ ഇറങ്ങി. ഇപ്പോ ഇന്നത്തെ വാർത്ത നിങ്ങളൊന്നും കാണുന്നില്ല. ഒരു CI, ഞാനൊന്ന് പറയട്ടെ, ഇപ്പൊ ഇടയ്ക്ക് വന്നിട്ട് ഒന്നും പറയല്ലേ, ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഇതാണ് ഈ ഇടയ്ക്ക് കോലിട്ട് വെക്കുകയെന്ന് പറഞ്ഞത്. അതായത് ഒരു CI പാലക്കാട് ജില്ലയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആത്മഹത്യ ചെയ്തു. അതിന് നിങ്ങൾക്കൊരു വിലയില്ലേ? ആ CIന്റെ കഴിഞ്ഞ മാസം കൊടുത്ത മരണമൊഴി അദ്ദേഹം എഴുതി വെച്ചത് കോടതിയിൽ സമർപ്പിച്ചു. ഇന്നലെ അത് ലീക്കായി. ഒരു DYSP സ്ഥിരമായിട്ട് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു. അതിന് കൂട്ടുകൊണ്ടുപോകുന്നത് CI. നമ്മുടെ കേരളത്തിലെ പോലീസിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. ഇത്രയും ഒരു ക്രിമിനലുകളുടെ ഒരു കേന്ദ്രമായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കല്ലേ? അതൊക്കെ ചർച്ചയാവുമല്ലോ. ജനവിരുദ്ധമായ അദ്ദേഹത്തിന്റെ PA അല്ല. ഈ ജനവിരുദ്ധമായിട്ടുള്ള ഒരുപാട് നയങ്ങളുണ്ട്. ഇതാണ് ഈ ഇപ്പൊ അത് നിങ്ങൾ MLA ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയട്ടെ. ഓരോരുത്തർ സമ്മതിക്കും. MP ഓഫീസ് 9:30 മണിക്ക് തുറക്കും, വൈകുന്നേരം 5:30 അടക്കും. നിങ്ങൾക്ക് എന്താ ആവശ്യം അവിടെ വരാം. മറ്റു കാര്യങ്ങൾ എന്റെ പരിധിപ്പെട്ടല്ല. പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയില് ഒരു CI ആത്മഹത്യ ചെയ്തു. സർക്കിൾ ഇൻസ്പെക്ടർ. അദ്ദേഹം കുറ്റം ആരോപിക്കുന്നത് DYSP ആണ്. എവിടെത്തിയ അന്വേഷണം? നിങ്ങൾ ആലോചിക്കുക. ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുക. സ്ത്രീ പീഡന കേസാ, ബലാത്സംഗ കേസാണ് ആരോപണം. എന്ത് നടപടിയാ പോലീസ് എടുത്തത്? പോലീസിലെ ഈ ക്രിമിനൽ വൽക്കരണം എത്രമാത്രം ഭീകരാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയാവും. ജനങ്ങൾക്ക് നിങ്ങൾ ആ വിഷയം ഒരിക്കലും ആവില്ല. ജനങ്ങളുടെ മുമ്പിൽ ഈ സർക്കാരിന്റെയും പാലക്കാട് നഗരസഭയിലെ അഴിമതിയും അരാജകത്വം തമ്മിൽ തല്ലുമാണ് പ്രധാന ചർച്ച. നിങ്ങളങ്ങ് തീരുമാനിക്കല്ലേ? ഞാൻ പറയട്ടെ, മൂന്നാളൊരു ചോദ്യം. ഇയാൾക്ക് ചോദ്യം മറുപടി പറയട്ടെ. ആരും ജന TVക്ക്. അതായത് നിങ്ങളാണ് കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർ തീരുമാനിക്കുന്നത് ആണോ? എനിക്കാണ് പറയട്ടെ. KPCC എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന്. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് പ്രചരിപ്പിക്കുമെന്ന് സഹായിക്കും. വേണ്ടാത്ത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനോടൊപ്പം തന്നെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനോടൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും. അതിൽ തന്നെ ആ പരാതിയിൽ പറയുന്നത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇടപെടണമെന്നുള്ള അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ജീവൻ നഷ്ടപ്പെട്ട ഒരു വിഷയം CIയുടെ നിൽക്കുമ്പോൾ നിങ്ങൾ അതിന് ഒരു മറുപടി DYSP ആണ്. ഇതേ പോലീസാണ് പരാതി സ്വീകരിക്കുന്നത്. ഞാൻ സംസാരിക്കാം, അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കും. പാലക്കാട് ജില്ലയിലെ ഒരു MLA-ക്കെതിരെയാണ് ഇപ്പോൾ ഈ പരാതി. എല്ലാവർക്കും അറിയാം MLA-ക്കെതിരെ. ഈ MLA-ക്കെതിരെ പരാതി വന്നത് ഇക്ബാലെ, റിപ്പോർട്ടർ ചാനലെ ഇന്നലെയല്ലേ? നിങ്ങൾ 3 മാസമായിട്ട് ആഘോഷിക്കുകയല്ലേ? 3 മാസം ഇതിന് വലിയ സംഭവങ്ങൾ ഇവിടെ നടക്കില്ലേ? പത്മകുമാർ വെളിപ്പെടുത്തിയ തന്ത്രി മന്ത്രിയായിട്ടുള്ള ബന്ധമല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്യാത്തത്? നിങ്ങൾക്കൊക്കെ ചില രാഷ്ട്രീയ അജണ്ട. ഞാൻ സംസാരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ ചോദ്യത്തിനാണ്. അതിന് കൃത്യമായിട്ട് മറുപടി പറയട്ടെ. നിങ്ങളിപ്പോ പറഞ്ഞ കാര്യം, പരാതി തന്നു,
കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, നിയമപരമായിട്ട് അന്വേഷിക്കട്ടെ. പോലീസ് കോൺഗ്രസ് അല്ലല്ലോ, ഇവിടെ ഭരിക്കുന്നത് UDF അല്ലല്ലോ, LDF ഭരിക്കുന്നു. പോലീസ് നിഷ്പക്ഷമാണെങ്കിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കട്ടെ. അതിലെന്താ തെറ്റ്? ഞാൻ പറഞ്ഞല്ലോ, അതിനെ ന്യായീകരിക്കുന്നില്ല. ഇത് കോൺഗ്രസ് നേതൃത്വത്തോടെ കുറച്ചുകൂടി ഗൗരവത്തോടെ കാണേണ്ട വിഷയമായിരുന്നില്ലേ? നിങ്ങൾ ഞങ്ങളെ ഗൗരവം ഒന്നും പഠിപ്പിക്കണം. അത് നമ്മുടെ ചാനലിനെ ഗൗരവം പഠിപ്പിക്കും. നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ വേണ്ടി ചാനലിനോട് ഞാൻ പറയട്ടെ, ഇതിൽ പ്രധാനമായും കോൺഗ്രസ് എന്തിനാണ് ഇത്ര ഒരു ബാധ്യത ഏറ്റെടുത്തെന്നുള്ള ചോദ്യമാണ്. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിശാലമായി രാഹുൽ എല്ലായിടത്തും പ്രവർത്തിക്കാനുള്ള ഒരു അവസരം എന്തിനാണ് ഉണ്ടാക്കി കൊടുത്തത്? ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടത്. നിങ്ങൾക്ക് ജനാധിപത്യ ബോധമില്ല. കാരണം അറിയോ, ഈ പാലക്കാട്ടെ ജനങ്ങൾ 18,000 വോട്ടിന് ജയിപ്പിച്ച ഒരു വ്യക്തി MLA എന്നുള്ള നിലയിൽ തുടരുകയാണ്. അതിന് നിയമപരമായി ഇപ്പൊ തടസ്സമൊന്നുമില്ല. ആദ്യം അത് മനസ്സിലാക്ക്. നിയമവും നീതിയൊക്കെ നിങ്ങളങ്ങനെ തീരുമാനിച്ച് നിങ്ങൾ ചോദിക്കേണ്ടതാണ് ശരിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ നിങ്ങളെ ചാനൽ പരാതി വരുമ്പോഴേക്കും രാഹുൽ ഇവിടുന്ന് മാറിയിരിക്കുകയാണ്. രാഹുലിന് ഫോണിൽ പോലും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. നിങ്ങൾ നീതി കാണിച്ചു കൊടുക്കുക. ഞങ്ങളെ നീതിയും നിയമനിർമ്മാണവും നടത്തിയ കോൺഗ്രസിനെ വല്ലാതെ ന്യൂസ് മലയാളം പഠിപ്പിക്കണ്ട. MP ഈ MLA ഓഫീസെല്ലാം പൂട്ടി ഇപ്പോൾ മാറി നിൽക്കരുത്. ഒളിവിൽ പോയൊരു സാഹചര്യമാണ്. ഒളിവിൽ ഇരുന്നുകൊണ്ട് 2 ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കുഴപ്പമില്ലെങ്കിൽ MP പറഞ്ഞതുപോലെ ഈ 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ചൊരു വ്യക്തിക്ക് എന്തിനാ ഈ ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ മാറി നിൽക്കണം? എന്തിനും ഒളിവിൽ പോകണം? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവരും കൂട്ടത്തോടുകൂടി ആക്രമിക്കാൻ ചെല്ലുമ്പോൾ പിന്നെ ആളുകൾ എന്ത് ചെയ്യും? എന്താ ചെയ്യേണ്ടത്? നീ ഒരു കാര്യം, ഒരു സമാധാനപരമായിട്ട് MLA പ്രവർത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ നീതി ന്യായ വ്യവസ്ഥയൊക്കെ കയ്യിലെന്തി നിങ്ങളൊക്കെ പറയുന്ന പോലെ നിയമം നീതി നടപ്പിലാക്കാൻ പോയാൽ എവിടെ എത്തും നമ്മുടെ സമൂഹം? അതിനല്ലേ അവര് നിയമപരമായി താങ്കൾക്ക് എന്ത് ഇത്ര വേവലാണ്? എന്താ റിപ്പോർട്ടർ ചാനലിന് അജണ്ട? ഞാൻ ചോദിക്കട്ടെ കുട്ടി, ഒരു നിയമം ഒരു പരാതി കൊടുത്തു, പരാതി അന്വേഷിക്കേണ്ട റിപ്പോർട്ടർ ചാനലിലെ ആളാണോ? അവരാണ് അന്വേഷിക്കേണ്ടത്. കേരളത്തിലെ പോലീസിന് നിങ്ങൾക്ക് വിശ്വാസം? ഞാൻ ചോദിക്കട്ടെ, മുകേഷ് MLA-ക്കെതിരെ പരാതിയും കേസും അറസ്റ്റും നടന്നിട്ട് അദ്ദേഹം സുഖമായി നടക്കുന്നുണ്ടല്ലോ. അപ്പൊ റിപ്പോർട്ടർ ചാനലിലെ വായനാക്ക എവിടെയിരുന്നു? ഞാൻ ഇതിനൊന്നും ചെയ്യുന്നില്ല. ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അതൊന്നും അറിയാം. നിങ്ങളുടെ അഭിപ്രായം എന്റെ അടുത്ത് അടിച്ചേൽപ്പിക്കില്ല. മാന്യത, കുറച്ച് മാന്യത കാണിക്കും. നിങ്ങൾ മാധ്യമ പ്രവർത്തകരാ. ഒരാൾ ചോദിക്കും, ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റയടിക്ക് എങ്ങനെ പറഞ്ഞു? ഞാൻ ചോദിക്കട്ടെ, റിപ്പോർട്ടർ ചാനൽ പറ, നിയമപരമായിട്ടൊരു വ്യവസ്ഥയിൽ ഒരു പരാതി കൊടുക്കും. ആ പരാതി അന്വേഷിക്കാൻ ഇവിടെ പോലീസ് ഉണ്ടല്ലോ, ആഭ്യന്തര വകുപ്പുണ്ടല്ലോ. ആ അന്വേഷണം നടക്കട്ടെ. സഹകരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് എത്തണം. ഒളിവിൽ പോകുന്നു എന്നൊരു ചോദ്യമാണ്. അത് എനിക്കറിയില്ല. ഈ വിഷയത്തില് MP നമ്മൾ ചോദിക്കുമ്പോൾ ഓരോ ചോദ്യങ്ങൾക്കും പറയുന്നു. ഒന്ന് സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറയുന്നു, ഒന്ന് DYSP-യെ കുറിച്ച് പറയുന്നു. ഇതിലൊക്കെ ഉപരി അതെല്ലാം വാർത്തകൾ തന്നെയാണ്. സ്വർണ്ണക്കൊള്ളയും DYSP-യുടെ വിഷയമൊക്കെ വലിയ വാർത്ത തന്നെയാണ്. സ്വർണ്ണക്കൊള്ളയും DYSP വിഷയമൊക്കെ വലിയ വാർത്ത തന്നെയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അതേസമയം തന്നെ രാഹുൽ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇതിൽ കോൺഗ്രസ് ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പം? അത് നിങ്ങളുടെ ഒരു വ്യാഖ്യാനത്തിനൊന്നും മറുപടി പറയാൻ കിട്ടില്ല. നിയമത്തിന്റെ വഴിക്ക് പരാതി നൽകിയാൽ അത് പരിശോധിച്ച് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചോദിച്ചാൽ എനിക്ക് നിലപാടുണ്ട്. ഈ സംസ്ഥാനത്തും രാജ്യത്തും നിയമനിർമ്മാണം ഉണ്ടാക്കിയ കോൺഗ്രസ് പാർട്ടി നിയമനിർമ്മാണ സഭയിലെ ഒരംഗം എന്നുള്ള നിലയ്ക്ക് ഏതൊരു വ്യക്തിയും പരാതി പറയുകയാണെങ്കിൽ ആർക്കെതിരെയാണെങ്കിലും അത് അന്വേഷിച്ച് നിഷ്പക്ഷമായ നടപടി സ്വീകരിക്കണം പോലീസ് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ. പുറത്തു വന്നിട്ടുള്ള ആ ഓഡിയോ സന്ദേശവും കേസും ഇതൊരു ഗൗരവ സ്വഭാവമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമില്ല? നിങ്ങൾ ഫോറൻസിക് ടെസ്റ്റ് നടത്തും. ക്ഷണിക്കാതെ വന്ന് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും വഴങ്ങി തന്നില്ലേ? ഇനി ബാക്കി ചോദ്യമൊക്കെ മറ്റുള്ളവർ. ഇനി പാർട്ടിയിലാരും തൽക്കാലം ഈ ഒരു നടപടി അല്ലെങ്കിൽ ഈ പരാതിയിൽ തീർപ്പ് വരുന്നവരെ രാഹുലിനെ സംരക്ഷിക്കരുത് എന്ന രീതിയിലൊരു നിലപാടുണ്ട്. റിപ്പോർട്ടിന്റെ നിലപാട് അരുൺകുമാർ പറഞ്ഞോണ്ടിരിക്കുന്നു.
നന്നായിട്ട്. അല്ല, എം പിക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടോ? ടെസ്റ്റ് നടത്തണമെന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ പുറത്തു വന്ന ഓഡിയോ സംഭാഷണങ്ങൾ എന്റെ ബ്രദറെ, വിശ്വാസമില്ലെന്നാണ്. താനൊരു സ്ത്രീയെ പീഡിപ്പിച്ചെന്നുള്ള പരാതി വന്നു വെച്ചോ, എന്താ ചെയ്യേണ്ടത് പോലീസ്? ഇതൊക്കെ ന്യൂസ് മലയാളത്തിന്റെ report. ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി വരികയാണ്. അല്ല, അങ്ങനെ എന്താ താരതമ്യം പോലീസ്? ചെയ്യാൻ ഞാൻ ചോദിക്കട്ടെ, ഓഡിയോ സന്ദേശം അടക്കം കൈകളിക്കാരെ ചൂടാവണ്ട. അത് അല്ല, ഞാൻ അത് ന്യൂസ് മലയാളക്കാരെ ചോദിക്കും. എങ്ങനെയാണ് താങ്കളോട് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാൻ അധികാരം. അല്ല, ഒരു പരാതി ന്യൂസ് മലയാളത്തിന്റെ റിപ്പോർട്ടർക്കെതിരെ സ്ത്രീ കൊടുത്തു, എന്താ നടപടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ എന്താ ചെയ്യേണ്ടത് പറ. അതാണോ? താങ്കളാണ് അല്ല, ഉത്തരം മുട്ടിയില്ല. താങ്കൾ എന്താണെന്നറിയോ? താങ്കൾ പറഞ്ഞത് താങ്കൾ പറഞ്ഞത് ഫോറൻസിക് അങ്ങനെയാണോ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയക്കാരൻ പറയുന്നത് ചോദ്യമാണ്. കൈരളി ചാനലിൽ ഒരു പ്രത്യേക അഭിമുഖം കൊടുക്കട്ടെ, ഒരു മിനിറ്റ് മാറ്റി. അതായത് നിങ്ങൾ പറഞ്ഞ പോലെ ഇത്രയും തെളിവുകൾ, പിന്നെ പോലീസിന് എന്താ പണി? 3 മാസം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് ഒരു തെളിവ് കിട്ടില്ല. ഇന്നലെ പരാതി കിട്ടിയപ്പോ വലിയ പൊക്കി പിടിച്ച് വരികയാണ് കൈരളി. അന്വേഷിക്കും, നിങ്ങളുടെ പോലീസല്ലേ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണോ? നിങ്ങൾ എന്താ അവരെ വിശ്വാസമില്ലേ? എന്നോടാ ചോദിക്കണ്ടേ? മുഖ്യമന്ത്രി പിണറായി വിജയനോട് പോയി ചോദിക്കും, തെളിവുകൾ ഉണ്ടായിട്ട് എന്താ ചെയ്യണത്? 3 മാസമായിട്ട് അന്വേഷിച്ച ആഭ്യന്തര വകുപ്പിന്റെ ഉടമസ്ഥൻ, 3 മാസമായിട്ട് അന്വേഷിച്ച ആഭ്യന്തര വകുപ്പിന്റെ ഉടമസ്ഥൻ പിണറായി വിജയനാ മുഖ്യമന്ത്രി. അത് നിങ്ങൾ മറന്നോ? ഞാനാണ് ആഭ്യന്തരമന്ത്രി. എന്നോടാണോ തെളിവുകൾ ഉണ്ടായിട്ട് എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിക്കാൻ ഞാനെന്താ പോലീസ് ഓഫീസർ? പറയുന്ന പലതും സാങ്കേതികമായുള്ള സാങ്കേതികമായുള്ള കാര്യങ്ങളും നിയമപരമായും സാങ്കേതികമായുള്ള കാര്യങ്ങളും. പക്ഷേ ഈ ഓഡിയോകൾ പലതും പൊതുസമൂഹത്തിൽ ഒരു വിഷയമാണ്. ഇതിൽ പറയുന്നത് ഈ സംഭവം നിങ്ങൾ പറയുന്ന പ്രകാരം ഒരുപാട് ഓഡിയോകൾ ഇറങ്ങി 2-3 മാസമായി. എന്താ പോലീസ് കേസെടുക്കാൻ? കേസെടുത്തല്ലോ. എന്തെങ്കിലും പറയല്ലേ? എന്താ റിപ്പോർട്ട്? ശരി, എന്താ റിപ്പോർട്ട്? നിങ്ങൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ഓഡിയോ ഒക്കെ കൊടുത്തു, തേർഡ് പാർട്ടി പരാതി ഉണ്ടായിരുന്നുള്ളൂ. അവർക്കില്ലാത്ത പരാതി നിങ്ങൾക്ക് എങ്ങനെ വരും? ഇപ്പൊ വന്നു. ഞാൻ പറഞ്ഞല്ലോ, നിയമപരമായിട്ട് അന്വേഷിക്കട്ടെ. എന്താ തെറ്റ്? പരാതി കൊടുത്തു പോലീസ്. പിന്നെന്താ ഇരിക്കുന്നത് ഇവിടെ? പോലീസിന്റെ ജോലി എന്താ? ആഭ്യന്തര വകുപ്പിന്റെ ജോലി എന്താ? തെളിവ് കിട്ടിയിട്ട് എന്താ പിണറായി വിജയൻ ഉണ്ടായിരിക്കുന്നത്? കൈരളി പോയിട്ട് പിണറായിയോട് ചോദിക്കി. അത് പിണറായിയോട് ചോദിക്കി. പിണറായി അല്ലേ ആഭ്യന്തര വകുപ്പ്? ഞാനാണോ? രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തപ്പോഴാണ്, അങ്ങനെയുള്ള അഭിപ്രായം പറഞ്ഞപ്പോഴാണ് താങ്കൾ ഇപ്പോഴും ഒരു മൃദുവായ രീതിയിൽ ഇത് മൃദുവായി തോന്നിച്ചാൽ അത് നിങ്ങളുടെ ഒരു കുഴപ്പമാണ്. പിന്നെ ആരാ സ്ട്രോങ്, ആരാ ലേറ്റ് എന്നൊക്കെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് തരണം. അത് നിയമത്തിന്റെ വഴിക്ക് അന്വേഷിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ പറയാം. ഓക്കെ.